ഹൈബ്രിഡ് കഞ്ചാവുമായി മലയാളത്തിലെ 2 സംവിധായകർ പിടിയിലായി എന്ന വാർത്ത ഇന്ന് രാവിലെ നമ്മൾ അത് കേട്ടാണ് ഉണർന്നത് ശരിക്കും അല്ലേ. മലയാള സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വലിയ ചർച്ചയായിരിക്കെയാണ് പ്രമുഖ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഖാലിദും പിടിയിലായത്. സിനിമാ മേഖലയിലെ ലഹരി ശൃംഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എക്സൈസ് സംഘം. സമയം പുലർച്ചെ 2 മണി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപത്തെ ഫ്ളാറ്റിലേക്കെത്തുന്നു. അകത്തെത്തിയ ഉദ്യോഗസ്ഥർ കണ്ടത് ലഹരി ഉപയോഗത്തിനായി തയ്യാറെടുക്കുന്ന സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ, കൂട്ടത്തിൽ ഷാലിഫ് മുഹമ്മദ് എന്നയാളും. വിശദമായ പരിശോധനയിൽ വീര്യം കൂടിയ 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തി. ആ 3 പേരും ഒരഭ്യർത്ഥന ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ചു: മാധ്യമങ്ങൾ അറിയരുത്. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ വിവരം പുറത്തായി. എന്താ പറയാനുള്ളത്? ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? സ്ഥിരമായി വരാറുണ്ടോ? ഫ്ലാറ്റിലേക്ക് എത്താറുണ്ടായിരുന്നു സ്ഥിരമായി. മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചവരാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത്. വിഷു റിലീസായെത്തി നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്ന ആലപ്പുഴ ജിങ്കാന, തല്ലുമാല, ഉണ്ട എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. ഭീമന്റെ വഴി, തമാശ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തയാളാണ് അഷ്റഫ് ഹംസ. കഞ്ചാവ് പിടികൂടിയ ഫ്ളാറ്റ് പ്രമുഖ ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റേതാണ്. സ്ഥിരമായി ഇവിടെ ലഹരി ഉപയോഗം നടന്നിരുന്നതായാണ് വിവരം. പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം 3 പേരെയും ജാമ്യത്തിൽ വിട്ടു. എന്നാൽ ചോദ്യം ചെയ്യലിൽ പല വിവരങ്ങളും എക്സൈസിന് ലഭിച്ചു. 3 പേരെയും ഇനിയും വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഫ്ളാറ്റ് ഉടമയായ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്തും. സംവിധായകരുടെ സഹായിയായി പ്രവർത്തിച്ച ഷാലിഫ് മുഹമ്മദാണ് ഇടനിലക്കാരനിൽ നിന്ന് കഞ്ചാവ് വാങ്ങി എത്തിച്ചത്. കഞ്ചാവ് എത്തിയത് എവിടെ നിന്ന്, ലഹരി വലയിലെ കണ്ണികൾ ആരൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട്. നമുക്ക് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ പരിശോധന നടത്തിയത്. നമ്മൾ ചെല്ലുമ്പം ഈ 3 പേരും, ഈ 2 സംവിധായകരും അവരുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് ഇത് കൈകാര്യം ചെയ്ത് ഉപയോഗിക്കാനുള്ളൊരു ശ്രമം നടത്തുന്ന സമയത്താണ് നമ്മൾ പിടിക്കുന്നത്. ബാക്കി ഇത് ഇവർക്ക് കൊടുത്തവരെ പറ്റി ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ തുടരന്വേഷണം നാളെ മറ്റന്നാളായിട്ടും ഉണ്ടാകും. സിനിമാ മേഖലയിൽ ലഹരിക്കടിമകളായ പലരെയും എക്സൈസ് സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോൾ സ്പെഷ്യൽ സ്ക്വാഡിന്റെ നിരീക്ഷണ വലയത്തിലുമാണ്. സിനിമാ മേഖലയിൽ വ്യാപക പരിശോധനയ്ക്ക് എക്സൈസും പോലീസും തയ്യാറെടുക്കുമ്പോൾ ആരൊക്കെ കുടുങ്ങും എന്നാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.